പുനലൂർ നഗരസഭയിൽ വ്യാപാര സമുച്ചയം യാഥാർത്ഥ്യമാകുന്നു. അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ കെട്ടിടമാണ് നഗരത്തിൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. മൃഗാശുപത്രിക്ക് സമീപം വനംകോടതി സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്താണ് വ്യാപാര സമുച്ചയം നിർമ്മിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു. 2011-2012 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നിർവഹണം നടത്താൻ പോകുന്നത്. ഇതിനായി 1 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 2011-12 വർഷത്തെ വാർഷിക പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ നമുക്ക് പ്രോജക്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് 11 കോടി രൂപയുടെ പ്രോജക്റ്റിലാണ് DPC അംഗീകാരം ലഭിച്ചത്. അപ്പോൾ അതിൽ 3 കോടി രൂപയുടെ 177 വാർഡുതല നിർമ്മാണ പ്രവർത്തികൾക്കാണ് അനുമതി ലഭിച്ചത്. കൂടാതെ ഒട്ടനവധി മേജർ പ്രോജക്റ്റുകളും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണം നമ്മുടെ പഴയ മൃഗാശുപത്രിക്ക് സമീപം പഴയ വനംകോടതി കെട്ടിടം പൊളിച്ചു മാറ്റി അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് 1 കോടി രൂപയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ 10 ലക്ഷം രൂപയാണ് പ്ലാൻ ഫണ്ടിൽ നിന്നും വകയിരുത്തിയിരിക്കുന്നത്. 1992 സ്ഥാപിച്ച വനംകോടതി സിവിൽ സ്റ്റേഷൻ നിലവിൽ വന്നതോടെ അങ്ങോട്ടേക്ക് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. താലൂക്കിലെ ആദ്യ ലൈബ്രറി നിലനിന്നിരുന്നതും ഈ സ്ഥലത്തായിരുന്നു. ഇങ്ങനെയൊരു വ്യാപാര സമുച്ചയം നിലവിൽ വരുന്നതോടെ നഗരസഭാ അധികൃതരുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാകും. എന്നാൽ നഗരസഭയുടെ പ്രവർത്തനങ്ങൾ പരക്കെ ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നിലവിലുള്ള കെട്ടിടം പൊളിച്ചുമാറ്റുന്നതിനായുള്ള ലേല നടപടികൾ കഴിഞ്ഞ ദിവസം മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്നു. 1,67,000 രൂപയ്ക്കാണ് ലേല നടപടികൾ നടന്നത്. കച്ചേരി റോഡിൽ നഗരസഭയ്ക്കടുത്തായാണ് വ്യാപാര സമുച്ചയം പണി കഴിപ്പിക്കുന്നത്. നഗരസഭയുടെ അടുത്തുകൂടിയുള്ള ഈ റോഡിൽ ഗതാഗത തടസ്സം രൂക്ഷമാണ്. സിവിൽ സ്റ്റേഷനിൽ വരുന്ന വാഹനങ്ങളും നഗരത്തിലെത്തുന്ന മറ്റു വാഹനങ്ങളും റോഡിലേക്ക് ഇറക്കി പാർക്ക് ചെയ്യുന്നത് രൂക്ഷമായിട്ടുള്ള ഗതാഗത തടസ്സമാണ് ഇവിടെ സൃഷ്ടിക്കുന്നത്. വ്യാപാര സമുച്ചയം കൂടി യാഥാർത്ഥ്യമായാൽ വാഹന ഗതാഗതക്കുരുക്ക് രൂക്ഷമാകാനാണ് സാധ്യത. ഗതാഗതം നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ അധികൃതർ ഒരുക്കണം. അല്ലെങ്കിൽ നഗരവികസനം നടക്കുമ്പോൾ തന്നെ നിരന്തരമായി ഉണ്ടാകുന്ന വാഹന അപകടങ്ങളുടെ കാഴ്ചകൾ നമ്മൾ കാണേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, പുനലൂർ.